പതിയെ പതിയെ ആളെ കൊല്ലുന്ന ഒരു കൊലയാളി ആരാന്നറിയോ? അത് സ്ട്രെസ്സാണ്. ഈ സ്ട്രെസ്സ് ഉണ്ടാകുമ്പോൾ നമ്മെ കൊല ചെയ്യുന്ന ഒരുപാട് ഹോർമോൺസാണ് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഈ സ്ട്രെസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലൊരു പ്രശ്നമായിട്ട് കാണരുത്. നമ്മുടെ ശരീരത്തിലൊരു പ്രശ്നം കൂടിയാണത്. നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളെ ആയിരിക്കാം നമുക്ക് സ്ട്രെസ്സ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തിയത്. പക്ഷേ ആ സാഹചര്യത്തെക്കാളും അപകടമാണ് നമ്മളിപ്പോഴും ഇങ്ങനെ സ്ട്രെസ്ഫുള്ളായിട്ട് ജീവിക്കുക എന്നുള്ളത്. അത് നമ്മുടെ ശരീരത്തെയും നമ്മളെ ആരോഗ്യത്തെയും വീണ്ടും വഷളാക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ ഇന്ന് തന്നെ നമ്മൾ ഇപ്പോൾ ഈ പാർക്കിലിരുന്നിട്ട് ഒരു ബ്രീത്തിങ് എക്സസൈസ് സ്ട്രെസ്സ് റിലീവ് ചെയ്യാൻ വേണ്ടി ചെയ്യാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഗാർഡനിങ്, എന്തൊക്കെ വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുമോ നമ്മളെ ശരീരത്തിൽ നിന്ന് ഈ സ്ട്രെസ്സിനെ അങ്ങോട്ട് ഓട്ടി അകറ്റിയിട്ട് നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? സ്ലോ പോയിസണാണത്. സ്ലോ പോയിസണാണ്. പതിയെ പതിയെയാണ് നിങ്ങൾ ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ പോലെ തന്നെയാണ്. അത് പതിയെ പതിയെയാണ് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുക. നമുക്ക് ഹൃദയാഘാതം ഒറ്റയടിക്ക് അങ്ങോട്ട് സ്ട്രെസ്സ് വന്നിട്ട് ഇങ്ങനെ ഒരു ഭീകരവാദി വന്ന് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തോക്ക് തൂണ്ടി കൊല്ലുക എന്ന് പറയുമ്പോഴല്ല, പതിയെ പതിയെ കൊല്ലും. സ്ട്രെസ്സ് റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. ഓക്കെ.